കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായി വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ദിവസങ്ങളിലേക്ക് കേരളം കടക്കുകയാണ്. നാളെ മുതൽ പ്രവർത്തന രംഗം സജീവമാകും, സംശയമില്ല. ഇപ്പോൾ ഡാനി പോൾ മധ്യ കേരളത്തിലെ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ വിവരങ്ങളുമായി ചേരുക. ഡാനി, ഇനി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ്, UDFന്റെ പ്രഖ്യാപനമാണ് കാര്യമായി പ്രതീക്ഷിക്കേണ്ടത്. അതിപ്പോൾ ഇന്ന് സതീശൻ പറയുന്നത് ആത്മവിശ്വാസത്തോടു കൂടിയാണ്. എത്ര ദിവസത്തിനകം ഇത് സംഭവിക്കും? ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ MP-മാർ മത്സരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ. അതൊക്കെ വളരെ വേഗം പരിഹരിക്കാനാകുമെന്നുള്ള ആത്മവിശ്വാസമാണോ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്തെ, വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയാണ് UDF ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. കാരണം അവർ പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു. അത് ഇനിയിപ്പോൾ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം എന്നതിലേക്ക് മാത്രം എത്തിയാൽ മതി എന്നതാണ് അവർ വിശേഷിപ്പിക്കുന്നത്. കാരണം ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ അത്ഭുതങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നതെല്ലാം തന്നെയാണ് അവരൊരു ആത്മവിശ്വാസമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഇതിന്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് വന്നു. ഘടകകക്ഷികളുമായുള്ള ചർച്ചകളുടെ ഒരു പൂർത്തീകരണം, അതിന്റെ ഒരു പ്രഖ്യാപനം മാത്രം മതി എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം നാളെ ഡൽഹിയിൽ ചർച്ച നടക്കും. അതിലൂടെ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി പട്ടിക അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാവുകയും ചെയ്യും. അപ്പോൾ ഒരു 24 മണിക്കൂറിന്റെ ഒരു ഗ്യാപ്പ് മാത്രമേ തങ്ങൾക്ക് വേണ്ടി വരുന്നുള്ളൂ എന്ന ഒരു ആത്മവിശ്വാസത്തിൽ UDF ക്യാമ്പുകൾ ഉള്ളത്. പ്രധാനമായും തന്നെ എറണാകുളം ജില്ല എന്ന് പറയുമ്പോൾ തന്നെയും അത് UDFന്റെ ഒരു ഉറച്ച സ്ഥലമാണ്. കാരണം ബഹുഭൂരിപക്ഷം സീറ്റുകളും തന്നെ, ഇത് 14 സീറ്റുകൾ, 10ഓളം സീറ്റുകൾ തന്നെ കഴിഞ്ഞ തവണ ഇതിലെല്ലാം തന്നെ ഈ വലിയ ഇടത് തരംഗമുണ്ടായപ്പോൾ പോലും നിലനിർത്താനായിട്ട് സാധിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ കൂടുതൽ സീറ്റുകൾ, പരമാവധി സീറ്റുകളിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ഇപ്പോഴും ഈ സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയായി നിൽക്കുന്ന മണ്ഡലങ്ങളെങ്കിലും ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അത് കൊച്ചിയുണ്ട്, അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറയുണ്ട്, വൈപ്പിനുണ്ട്. ഈ ഇവിടങ്ങളിലെല്ലാം തന്നെയും വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു. ഒരു സമവായത്തിലേക്ക് എത്തിപ്പെടാനായിട്ടൊന്നും സാധിച്ചിട്ടില്ല. എന്തായാലും അതെല്ലാം തന്നെ വൈകാതെ പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തോടെ UDF ക്യാമ്പുകൾ മുന്നോട്ട് പോകുമ്പോൾ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി നിർണയം അത് ഏതാണ്ട് പൂർത്തീകരിക്കുന്നു എന്നതാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. എറണാകുളം നിയമസഭാ മണ്ഡലം അങ്കമാലി നിയമസഭാ മണ്ഡലവുമായിട്ട് ഒരു വെച്ചുമാറ്റം എന്ന രീതിയിലേക്ക് ഇത് ആദ്യമായിട്ട് അത്തരം ഒരു ചർച്ചകൾ നടന്നു. അത് പൂർത്തീകരിച്ചിരിക്കുന്നു. അതനുസരിച്ചുകൊണ്ട് എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ സാബു ജോർജാണ് മത്സരിക്കുന്നത്. ജനതാദൾ ഇവർക്ക് സീറ്റ് കൈമാറുന്നു. ഒപ്പം തന്നെയും അങ്കമാലിയിൽ സാജു പോൾ, മുൻ MLA സാജു പോൾ മത്സരത്തിന് ഇറങ്ങുന്നു എന്നതാണ്. രണ്ടിടത്തും വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നുണ്ട്. അങ്കമാലിയിൽ മത്സരം കടുപ്പിക്കാൻ ഒരുപക്ഷെ ഒരു വിജയ സാധ്യതയിലേക്ക് തന്നെ അത് നീങ്ങിയേക്കാം എന്നതെല്ലാം തന്നെ ഇടത് കേന്ദ്രങ്ങൾ പറയുന്നു. സാജു പോൾ പരിചയസമ്പന്നനാണ്. ഒപ്പം തന്നെയും കൊച്ചി മുൻ ഡെപ്യൂട്ടി മേയറെല്ലാമായിരുന്നു സാബു ജോർജ്. ലത്തീൻ സഭയുമായെല്ലാം തന്നെ വളരെ ഊഷ്മളമായ ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് എറണാകുളത്ത് മത്സരം ശക്തമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പറയുന്നത്. തൃക്കാക്കരയിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിരിക്കുന്നു. അഡ്വക്കേറ്റ് പുഷ്പദാസാണ്, മഹിളാ വിഭാഗത്തിന്റെ നേതാവായ പുഷ്പദാസാണ് അവിടെ മത്സരിക്കുന്നത്. അങ്ങനെ ഈ ഇവിടങ്ങളിലെല്ലാം തന്നെ സ്ഥാനാർത്ഥികൾ നിർണയിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് പ്രവൃത്തിയിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോഴേക്കും കളം വ്യക്തമാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.